നമസ്കാരം. മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അതിഥിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ലീഡറും കേരള രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ ആചാര്യനുമായിരുന്ന കെ കരുണാകരൻ്റെ മകളും KPCC ജനറൽ സെക്രട്ടറിയുമായ പത്മജ വേണുഗോപാലും ഡോക്ടർ വേണുഗോപാലുമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമസ്കാരം. എന്തുണ്ട് ഡോക്ടർ വിശേഷം? പത്മജ, ഞാൻ പിന്നെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചാനലിൽ കൂടെ അറിയുന്നുണ്ട്, അറിയാം. ഡോക്ടറെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനിവിടെ എറണാകുളത്ത് കഴിഞ്ഞൊരു 30 വർഷമായിട്ട് കുട്ടികളെ ചികിത്സിച്ച് ജീവിക്കുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ഫീൽഡ്, നല്ല ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ്. അതെ അതെ. ഞാൻ മറ്റേ സൈഡ് രാഷ്ട്രീയം കണ്ട് ജീവിക്കുന്ന ആളാണ്, പക്ഷെ അതിനെക്കാട്ടി ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ്. പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്ന ഒരു ഫീൽഡ് സെലക്ട് ചെയ്തതിന് കുട്ടികളെ വലിയ ഇഷ്ടമാണ്. തീർച്ചയായിട്ടും. അതെ, എനിക്ക് ആദ്യം തന്നെ ഒരു ഡോക്ടറാണെന്നുള്ള ആഗ്രഹമായിരുന്നു കുട്ടിക്കാലം തൊട്ട്. ആ കാലത്തൊക്കെ ഞാനൊക്കെ ഗവൺമെൻറ് സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച് വളർന്നിട്ടാണ്. കൊല്ലത്തും ഫാദർ ഇൻകം ടാക്സ് ആയിരുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ആയത്, ഇങ്ങനെ പല സ്ഥലത്ത് പോയി പഠിക്കും. അപ്പോൾ കൊല്ലം ഗവൺമെൻറ് സ്കൂളിൽ നിന്നാണ് പാസ്സായത്. അന്ന് ആ കാലത്ത് നല്ല മാർക്കോടി പാസ്സായി. പിന്നെ മെഡിസിൻ അഡ്മിഷൻ കിട്ടി. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഡോക്ടറാവണമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ MBBS പഠിക്കുമ്പോൾ തന്നെ 2-3 എനിക്ക് ഇഷ്ടപ്പെട്ട 2 സ്റ്റുഡൻസ് കാലിക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവർ പീഡിയാട്രിക്സ് പോയിട്ട് അവർ റോൾ മോഡലായിട്ട് എടുത്തിട്ടാണ് എനിക്കൊരു പീഡിയാട്രിഷ്യൻ ആവണം എന്നുള്ളൊരു. പിന്നെ ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു ഫീൽഡ് വേറെ ഇല്ല. കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുമാതിരി വെറ്ററിനറി സയൻസ് പോലെയാണ്. ആദ്യം നമ്മളെല്ലാം കണ്ടുപിടിക്കണം, എന്നാൽ അത് ത്രില്ലാണ്. പിന്നെ ഒരു കുഞ്ഞിൻ്റെ അസുഖം മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സംതൃപ്തി വേറെ ഒരു ഫീൽഡിലും കിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രസവം കുട്ടികൾ വലുതാവുമ്പോഴും ഈ ഡോക്ടറോട് ഭയങ്കര തീർച്ചയായിട്ടും. ഈവൻ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഉദാഹരണം നമ്മുടെ ദിവ്യ ഉണ്ടെങ്കിൽ ഒരു 18 വയസ്സ് വരെ എൻ്റെ അടുത്തൊന്നും പോകാറില്ല. അപ്പോൾ പോകാൻ പറഞ്ഞാലും പിന്നെ എൻ്റെ അടുത്ത് തന്നെ വരാറുള്ളൂ. അപ്പോൾ ആ ഒരു ബന്ധം വിടില്ല പല കുട്ടികൾക്കും ഇപ്പോഴും സ്നേഹമായിട്ട്. സ്വന്തം മക്കളെ ആദ്യമായിട്ട് ഡോക്ടർ തന്നെയാണോ? അല്ലല്ല, അത് സമ്മതിക്കാറില്ല. അത് ഏറ്റവും വലിയ തടസ്സം അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു. ഞാൻ അധികം മരുന്ന് കൊടുക്കാത്ത കാരണം മാറിയില്ലെങ്കിൽ ഉടനെ വിളിച്ചു പറയും അവൻ ചികിത്സ ശരിയാവില്ല, വേറെ ആരെയും കാണിക്കാൻ പറയും. അവിടെ ഡോക്ടർ ശബരിനാഥ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അച്ഛന്റെ ഫേവറേറ്റ് ഡോക്ടർ. അപ്പൊ പറയും സ്വന്തം മക്കളെ ചികിത്സ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ശബരീനെ വിളിക്കും. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. പക്ഷെ എന്നോട് വലിയ വലിയ കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും. ഏകദേശം ഒരു മുല്ലയോടുള്ള സ്നേഹം എന്നോടും ഉണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട് രാഷ്ട്രീയ വിശേഷങ്ങൾ? നല്ല രാഷ്ട്രീയ വിശേഷം ടിവിയിൽ കാണുന്ന വിശേഷങ്ങൾ തന്നെ. പിന്നെ പൊതുവേ നമ്മളൊന്നും അങ്ങനെ ടെൻഷൻ എടുക്കുന്ന പ്രകൃതമല്ല. ഞാൻ ഒട്ടുമല്ല. ഞാൻ ഒട്ടും ടെൻഷൻ എടുക്കില്ല. ആളൊക്കെ പറയും എപ്പോഴും എനിക്ക് കുറച്ച് ടെൻഷനുള്ള ക്യാരക്ടറാണ്, പക്ഷെ ഇദ്ദേഹം കൂളാണ്. ഞാൻ വളരെ കൂളാണ്. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് കണ്ട് പഠിച്ചിട്ടുള്ളൊരു ഗുണം, അച്ഛനൊരിക്കലും ഇങ്ങനത്തെ തിരക്കുകൾ വീട്ടിലേക്ക് കൊണ്ടില്ല. വീട്ടിൽ വന്നാൽ വളരെ കൂളായിരിക്കും. ഇത്രയും ടെൻഷനുള്ളൊരു മനുഷ്യനാണെന്ന് തോന്നില്ല. അത് തന്നെയാണ് ഇപ്പം ഞാൻ വീട്ടിൽ വന്നാൽ വേറൊരാളാണ്. രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. നമ്മൾ കുടുംബത്തിലെ കാര്യങ്ങൾ പിന്നെ എല്ലാം ഞാൻ ആളുമായിട്ട് ഡിസ്കസ് ചെയ്യും, പറഞ്ഞു തരും. കാരണം നന്നായിട്ട് രാഷ്ട്രീയക്കാരനല്ലെങ്കിലും അതിനേക്കാളും നന്നായിട്ട് അത് പഠിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലും ന്യൂസ് വായിച്ചില്ലെങ്കിൽ പോലും രാവിലെ അതെനിക്ക് പറഞ്ഞു തരും, ഇന്ന ന്യൂസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചോളൂ എന്നൊക്കെ. അപ്പോൾ ഒരു ഹെൽപ്പും കൂടിയാണ് എനിക്ക് സത്യം പറയണം. അങ്ങനെ പക്ഷെ പൊതുവേ രാഷ്ട്രീയം ഞങ്ങൾക്ക് വീട്ടിലങ്ങനെ കൊണ്ടുവരാൻ താല്പര്യമില്ല പൊതുവെ. പക്ഷെ നിങ്ങളുടെ വീട് മുഴുവൻ അതാണ്. അതുകൊണ്ടായിരിക്കാം ചെറുപ്പം തൊട്ട് ഇത് കണ്ട് മക്കളൊക്കെ കൂടുമ്പം അവരാരും രാഷ്ട്രീയം പറയില്ല. ഞങ്ങൾ 4 പേരും പറയില്ല. പക്ഷെ എൻ്റെ സണ്ണിലൊക്കെ ഇങ്ങനെ ഇപ്പം തീരെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു അവനും പഠിച്ചു തുടങ്ങി രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സമയത്തൊക്കെ അമ്മ നല്ല ചെറുപ്പമാണല്ലോ. ആ സമയത്തെ അച്ഛൻ നല്ല അറ്റൻഷൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ശരിക്കും ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കല്യാണം കഴിച്ചത്. അമ്മ അന്നത്തെ കാലത്ത് പെണ്ണുങ്ങളൊന്നും പഠിക്കാൻ പോയില്ല. പക്ഷെ അമ്മ BA എക്കണോമിക്സ് ഒക്കെ കഴിഞ്ഞിട്ട് അമ്മ ട്രിവാൻഡ്രത്ത് ജോലി ഉണ്ടായിരുന്നു. അമ്മ എനിക്കൊന്നൊരു 30-31 വയസ്സായി അമ്മ കല്യാണം കഴിക്കുമ്പോൾ. അതായത് അച്ഛൻ രാഷ്ട്രീയത്തിലായതുകൊണ്ട് അന്ന് കല്യാണം അമ്മയുടെ വീട്ടിലെല്ലാവരും ഉദ്യോഗസ്ഥന്മാരും ഇതൊക്കെയാണ്. അപ്പോൾ ഇത് കഴിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയും വാശിയിൽ കല്യാണം കഴിക്കാണ്ട് നിന്നു. അങ്ങനെ 31 വയസ്സിലായിട്ടാണ് അമ്മ കല്യാണം കഴിക്കുന്നത്. അച്ഛൻ അന്ന് 37-38 വയസ്സായി. അതുവരെ അവർ വെയിറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ കല്യാണം കഴിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ആദ്യ രാത്രി തന്നെ അച്ഛൻ തിരുവനന്തപുരത്തേക്ക് പോയി എന്ന് ഞാൻ കഥ കേട്ടിട്ടുണ്ട്. എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും അമ്മ ഒത്തിരി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അച്ഛന് വേണ്ടി. ഒരു കംപ്ലൈൻറ്റും പറയണത് കേട്ടിട്ടില്ല. ഒരിക്കലും സങ്കടമോ വിഷമമൊന്നും പറയണത് കേട്ടിട്ടില്ല. അമ്മയാണ് ശരിക്കും അച്ഛൻ്റെ ഇവിടെ ആൾക്കൊക്കെ കൂടുതൽ അച്ഛനേക്കാൾ ഇഷ്ടം അമ്മയുടെ അടുത്ത്. ഇപ്പോൾ തമാശ പറയും, ഒരു ഇലക്ഷൻ തോറ്റിട്ട് UDF തോൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ അന്ന് എല്ലാ പോലീസ് ഓഫീസേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ലീഡർ ആവും. അങ്ങനെയാണല്ലോ. ഒന്നുമില്ല ഇവിടെ CM അല്ലെങ്കിൽ അവിടെ കണ്ടോൺമെന്റ് ഹൗസിൽ പോകും. അപ്പം അമ്മയുടെ ഒന്ന് ചോദ്യമുണ്ട്, അവിടെ തൊഴുത്തുണ്ട്, നമ്മുടെ പശുവിനെ അവിടെ കെട്ടാൻ പറ്റും. അത്ര സിമ്പിൾ അമ്മ. അതായത് അമ്മയ്ക്ക് ഇതൊന്നും പ്രശ്നമല്ല. അമ്മയ്ക്ക് അമ്മയുടെ പശു കാര്യങ്ങൾ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കും. അച്ഛൻ അത്രയും ടെൻഷൻ ആയിരുന്നു. അച്ഛൻ ചിരിച്ചു പോയി. അതായത് അമ്മ ചോദിക്കുന്നത് ആലോചിച്ചിരിക്കുക. അപ്പം അച്ഛൻ വിചാരിച്ച് തോൽവിയുടെ വിഷമമായിരിക്കും. ഉടനെ ചോദിക്കുന്നത് പോണ വീട്ടിലേനി പശു തൊഴുത്തുണ്ടാവും പശുവിനൊക്കെ. അപ്പം അത്രയും സിമ്പിളാണ് അമ്മ. അതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ വിജയം കേട്ടോ. അമ്മയായിരുന്നു അച്ഛൻ്റെ.
നിങ്ങൾ രണ്ടുപേരും ബ്രദറും സിസ്റ്ററും കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു? വഴക്ക് കൂടുക അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി നല്ല സ്നേഹമുള്ള? ചേട്ടൻ ഭയങ്കര സ്നേഹമുള്ള സ്വഭാവമായിരുന്നു കുട്ടിക്കാലത്ത്. അതായത് ഭയങ്കര പൊസസീവ് ആയിരുന്നു. ഞാൻ അടുത്ത വീട്ടിലെ കുട്ടികളോട് മിണ്ടണ പോലും ഇഷ്ടമില്ലാത്ത ഒരേട്ടൻ. അങ്ങനെ എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ വലുതായപ്പോൾ ഒരു ഇതൊക്കെ മാറി ഓരോരുത്തരുടെ. പക്ഷെ എനിക്ക് തോന്നുന്ന അച്ഛൻ്റെ മരണം മുരളിയേട്ടനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് പിന്നെ ഇപ്പോൾ വീണ്ടും ആ ഒരു പഴയ ചേട്ടനായിട്ട് ഇപ്പം എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇപ്പം എനിക്കൊരു പനി വന്നാൽ പോലും ഇപ്പോൾ വിളിക്കും എന്തായെന്ന് വെച്ചിട്ട്. അപ്പോൾ ആൾക്ക് തന്നെ ഒരു തോന്നലുണ്ട്, ഇപ്പം അച്ഛൻ മരിച്ചപ്പം എനിക്കും ആരുമില്ല ആൾക്കും ആരുമില്ല എന്നൊരു തോന്നൽ. അതുകൊണ്ടായിരിക്കും അച്ഛൻ്റെ മരണത്തോടുകൂടി സത്യം പറഞ്ഞാൽ ചേട്ടന് ഒരു തിരിച്ചു കിട്ടിയ ഫീലിംഗ് എനിക്കിപ്പോൾ ഭയങ്കര. പണ്ട് അങ്ങനെയായിരുന്നു മുരളിയേട്ടനെ. എവിടെ പോകുമ്പോഴും എന്നെ എന്തുമാതിരിയാണ് നോക്കുക എന്നറിയാം. ഞാൻ പണ്ട് ഇങ്ങനെ സ്കൂളിലൊക്കെ അഭിനയിക്കുമ്പോൾ ഡ്രാമയിലൊക്കെ അഭിനയിക്കാൻ പോകും. ഇപ്പോൾ രാത്രിയാണെങ്കിൽ ചേട്ടനെ വന്ന് നിൽക്കുക, എന്നിട്ട് ആളെന്നെ കൂട്ടിക്കൊണ്ടുവരിക വീട്ടിലേക്ക്. അങ്ങനെ നോക്കിയിരുന്ന ഒരാളാണ്. പിന്നെ എന്തോ ഈ അധികാരങ്ങൾ വരുമ്പം ചുറ്റും ആൾക്കാർ കൂടും. പക്ഷെ ഞാനതൊരിക്കലും കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഒരിക്കലും നമ്മളപ്പോ നമ്മളുടെ വ്യക്തികളെ കുറിച്ച് നമുക്കല്ലേ വിശ്വാസം വേണ്ടത് അല്ലേ? പിന്നെ തെറ്റുകൾ പറ്റാത്ത മനുഷ്യരല്ലേ നമുക്കല്ലേ നമ്മുടെ ചേട്ടനോടും വീട്ടുകാരോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ആ ഒരു കഴിവ് ഇത്തിരി കൂടുതലാട്ടോ. എന്നെ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പത്രക്കാർ ചോദിച്ചിട്ട് വർഷം ഞാൻ മുരളിയേട്ടനെ പറ്റി പറഞ്ഞില്ല. പറയൂലേ നാളെ മരിക്കുന്ന നമുക്കറിയാം. എനിക്ക് സങ്കടം വരാറുണ്ട്. ഉള്ളിൽ ഒന്ന് സങ്കടം ആളുടെ അടുത്തും മക്കളുടെ അടുത്തും പറയും ഞാനിങ്ങനെ. പറയും സാരില്ല, അതെന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കും കുട്ടിയുടെ സ്നേഹം എന്ന് പറയും. പക്ഷെ അതുമാതിരി തന്നെ ഒരു പനി വന്നാൽ പോലും എവിടെന്നെങ്കിലും വിളിച്ചു ചോദിക്കും, എന്താടി നിനക്ക് പനിയെ എന്തെങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. അച്ഛൻ മരിച്ച ഒരു വിഷമം നമുക്ക് പോവും. അപ്പോൾ അങ്ങനെ അച്ഛൻ അങ്ങനെ ഒരു ഇത് കാര്യം ചെയ്തിട്ടാണ് പാവം പോയത് ഭൂമി. അപ്പോൾ എന്നാലും എൻ്റെ ഒരു ചെറിയ സംശയം, ഇപ്പം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു ചെറിയൊരു സൗന്ദര്യപ്പിണക്കമായിരുന്നിരിക്കാം, എന്നാലും അച്ഛൻ്റെ അടുത്തും കൂടെ അങ്ങനെ അകന്ന് നിന്നില്ലേ ആ കാലം? അല്ല, ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ കുറ്റബോധമില്ലാണ്ട് കിടന്നുറങ്ങണത് എൻ്റെ അച്ഛനും അമ്മേനെ ഞാൻ നല്ലോണം നോക്കി എന്നുള്ള ഒരു ഇതുണ്ട്. മുരളിയേട്ടന് ആ ഒരു വിഷമമുണ്ട്. ഇടയ്ക്ക് അച്ഛനോട് ഇത്തിരി പരിഭവം കാണിച്ചു. പക്ഷെ അച്ഛന് എനിക്കറിയാം എൻ്റെ അച്ഛനൊന്നും ഉള്ളിലുണ്ടാവില്ല. അത്രയും മക്കളെ സ്നേഹമുള്ള. പക്ഷെ ഒരുപാട് അച്ഛൻ അവസാനം വിഷമിച്ചു അല്ലേ? പക്ഷെ അവസാന സമയം മുരളിയേട്ടൻ വന്നിട്ട് ഞാൻ തന്നെയാ മുരളിയേട്ടനെ കൊണ്ടുപോയത്. നല്ല വിഷമമുണ്ട് മുരളിയേട്ടൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം എന്നെക്കാൾ ഞാൻ ശരിക്കും അധികം കരഞ്ഞില്ല. എനിക്ക് അച്ഛൻ സമാധാനമായിട്ട് ഭൂമിയിൽ നിന്ന് പോയല്ലോ എന്നുള്ളായിരുന്നു. പക്ഷെ മുരളിയേട്ടൻ അങ്ങ് കരയണേണ്ട വിചാരിച്ചു മുരളിയേട്ടനും വല്ലതും വരുമെന്ന്. അങ്ങനെ നെഞ്ഞു പൊട്ടി മുരളിയേട്ടൻ കരയണ ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ മുരളിയേട്ടൻ ശരിക്കും ചിരിച്ച് ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അപ്പം എനിക്കൊന്ന് ഉള്ളിൽ വിഷമമുണ്ട് എവിടേക്കോ ആൾക്ക്. അതായിരിക്കും എൻ്റെ അടുത്ത് ഇത്രയും ഇപ്പം അടുപ്പം ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം അതോടുകൂടി ഒറ്റപ്പെട്ടു എന്നൊരു തോന്നലോ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ മാതിരി ചെറിയ ചെറിയ പിണക്കങ്ങൾ. പക്ഷെ അച്ഛൻ ഇതൊന്നും ഇത്ര മുരളിയേട്ടൻ പിണങ്ങി എന്ത് കാണിച്ചാലും മുരളിയേട്ടൻ സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഇതെല്ലാം കെട്ടിക്കൊടുത്തായിരിക്കും പോകാൻ. ഈ മുരളിയേട്ടൻ വരാത്ത സമയത്ത് മുരളിയേട്ടൻ ഇഷ്ടമുള്ള എല്ലാ സാധനവും കെട്ടിക്കൊടുത്തായിരിക്കും. എന്നിട്ട് ഞാൻ ഇട്ട് വാരും അച്ഛന്. ഇനി നാളെ ചീത്ത പറയാൻ വേണ്ടി നല്ലോണം കെട്ടിക്കൊടുത്തായിരിക്കും തമാശയ്ക്ക് പറയും. എന്നാലും അച്ഛന് ഒരു കുറവും വരത്തില്ല. എനിക്ക് എന്ത് വാങ്ങിത്തരണം അതേമാതിരി മുരളിയേട്ടൻ്റെ വീട്ടിലെത്തിക്കും. ഇപ്പോൾ ഇവിടുന്ന് ഡൽഹിയിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ല മാങ്ങയൊക്കെ കൊണ്ടുവരും. ഉണ്ടെങ്കിൽ ഒരു കൊട്ട മോനുള്ളതാണ് അവിടെ. അത് മരിക്കണ ഒരു അച്ഛൻ ചെയ്തിരുന്നു. അച്ഛൻ ആദ്യം ഉപദേശിച്ചത് എന്താണ്? പൊളിറ്റിക്കലിലേക്ക് വരുമ്പോൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത്. ആരും വ്യക്തിപരമായിട്ടൊന്നും പറയരുത്. ഇപ്പം ഇലക്ഷനൊക്കെ നിൽക്കുകയാണെങ്കിൽ രാഷ്ട്രീയം പറയാം, വ്യക്തിപരമായിട്ട് ആരും വേദനിപ്പിക്കരുത്. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒട്ടും കറപ്ഷൻ അച്ഛൻ പറയായിരുന്നു, എന്നെ എന്തൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നെ ഒരിക്കൽ പോലും പിടിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അത് ചെയ്തില്ലെങ്കിൽ എന്ത് കാര്യം ധൈര്യമായിട്ട് ചെയ്തോ. എന്തെങ്കിലും ഒരിക്കൽ അധികാരത്തിൽ കയറുന്നുണ്ടെങ്കിൽ ഒരിക്കലും കറപ്ഷൻ പാടില്ല. എങ്കിൽ നമുക്ക് എന്തും ചെയ്യാം, ആരെയും വെല്ലുവിളിക്കാം. അതാണ് അച്ഛൻ്റെ പോളിസി. അപ്പം ഇങ്ങനെ 2-3 കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്ത് കാര്യം കണ്ടാലും മനസ്സ് തളരരുത് എന്നുള്ള ഉദ്ദേശം. അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ പൊതുവേ തീരെ ടെൻഷനുള്ള ആളെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന എല്ലാവരും എന്താണെന്ന് ചോദിക്കും, എന്ത് ടെൻഷനിലും. കാരണം ഈ മനസ്സിൻ്റെ ഉള്ളിൽ ഇതുവരെ എടുക്കില്ല, ഉള്ളിലേക്ക് എടുക്കില്ല. അങ്ങ് പുറത്ത് ഇലക്ഷനിൽ നിന്ന് ഒരു പരാജയം സംഭവിക്കുമ്പോഴതൊന്നും പരാജയം ഉണ്ടെങ്കിൽ അതിനൊരു വിജയം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പരാജയം ഒന്നും എന്നെ ബാധിക്കില്ല. ധൈര്യമായിട്ട് നിൽക്കാൻ ടെൻഷൻ ഉണ്ടാവും. എന്നാലും ആ വോട്ടെണ്ണുന്ന സമയത്ത് അല്ല തുടക്കം ഉണ്ടാവും. പിന്നെ തോറ്റു കിട്ടുക ഞാൻ പിന്നെ സമാധാനം. പിന്നെ ബാക്കി എത്ര വോട്ടിന് തോറ്റു നോക്കിയാലല്ലേ ഇത്ര വോട്ടിന് തോറ്റു എന്നുള്ള. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരിക്കൽ മുരളിയേട്ടനും അച്ഛനും ഇലക്ഷൻ നിന്നപ്പം 2 പേരും തോറ്റു വന്ന്. ആ അച്ഛൻ്റെ ആകെയുള്ളൊരു തോൽവി അന്ന് തൃശ്ശൂർ തോറ്റത്. അപ്പൊ മുരളിയേട്ടൻ തോറ്റു 1000 വോട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അന്നത്തെ ദിവസം അച്ഛൻ എന്നും ഇലക്ഷന് ജയിച്ചാലും തോറ്റാലൊക്കെ അച്ഛൻ ഗുരുവായൂർ പോകും. വിചാരിച്ചു മുരളിയേട്ടനും തോറ്റു അച്ഛൻ തോറ്റു, ഇന്ന് അച്ഛൻ എന്തായാലും ഗുരുവായൂർ പോയില്ല വിചാരിച്ചു. ഞാൻ നോക്കുമ്പോൾ ഒരു 5 മണിയായപ്പോൾ ആള് പെട്ടിയൊക്കെ ഒതുക്കി വെക്കണു. ഞാൻ ചോദിച്ചാൽ എവിടേക്കാ അച്ഛൻ പോണേ?
അച്ഛനും ഗുരുവായൂർ തൊഴുതിട്ട് വരും. വളരെ കൂളായിട്ട് ആള് പോയി ഗുരുവായൂർ പോയി തിരിച്ചു വന്ന പിറ്റേ ദിവസം വന്നപ്പോഴേക്കും ഈ ഒരു സംഭവം സംഭവിച്ചെന്ന് അച്ഛൻ്റെ മുഖത്ത് വയ്ക്കാൻ പോയി. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു പാടാണ് സത്യം പറയാൻ. ആ ഗുരുവായൂർ തൊഴുത് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ആള് പഴയ ആളായി, ഇങ്ങനെ സന്തോഷമായി കളിച്ചിരിച്ച്. തോൽവി അത് വേറെ ആരോ തോറ്റമാതിരി ആയിരിക്കും അച്ഛൻ്റെ മുഖം. അല്ലാതെ ആ തോൽവി വീട്ടിലിരുന്ന് ചർച്ച ചെയ്യാൻ ഇങ്ങനെ സംഭവമൊന്നുമില്ല. അങ്ങനെ കാര്യമില്ല ഞങ്ങളുടെ വീട്ടിൽ. തോൽവിയും ജയവും ഒന്നും ചർച്ച ചെയ്യില്ല. എന്നാൽ ജയത്തിൽ ഭയങ്കര സന്തോഷവും ഇല്ല, തോൽവിയിൽ സങ്കടപ്പെടില്ല. പത്മജിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇലക്ഷനിൽ നിന്നൊരു തോൽവി സംഭവിച്ചപ്പോൾ എന്തുകൊണ്ടാണ് തോൽവി സംഭവിച്ചതെന്ന് ചിന്തിക്കും? അല്ല, എനിക്ക് അവിടെ ഇറങ്ങി 3-ാം ദിവസം മനസ്സിലായി സംഗതി പോക്കാണ്. എന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ ജയിക്കില്ല, എനിക്ക് അവിടുത്തെ നമുക്ക് ഞാൻ കുറേ നാളായിട്ട് ഇലക്ഷനിൽ നോക്കുന്ന ആളാ അച്ഛൻ്റെ, അപ്പം നമുക്ക് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ അറിയാം. അപ്പം അച്ഛൻ പറഞ്ഞു ജയിച്ചാലും തോറ്റാലും ഫൈറ്റ് ചെയ്യും, പറഞ്ഞിട്ടില്ല. ഫൈറ്റ് ചെയ്യാൻ അച്ഛൻ പറഞ്ഞു ഇതൊരു എക്സ്പീരിയൻസ് ആണ് നിനക്ക്. ആരാണ് എവിടെയൊക്കെയാണ് കാല് വാരണത്, എവിടെയൊക്കെയാണ് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, എന്താണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പാഠമായിട്ട് കണ്ടാൽ മതി. ഞാൻ പറഞ്ഞു ഇല്ല അച്ഛാ, എനിക്ക് ധൈര്യമില്ല, ഞാൻ മാറുകയാണ്. കാരണം നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ കുറേ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എന്നെ പറ്റിയിട്ടൊക്കെ. എന്തോ നമ്മൾ ദന്തഗോപുരങ്ങളിൽ ജീവിക്കുന്നവർ ചെറുപ്പം അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അത് മാറ്റാനാണ് ഞാൻ സത്യം പറഞ്ഞാൽ പാർട്ടി വർക്ക് മതി എന്നുള്ളൊരു തീരുമാനം എടുത്തത്. അധികാരങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഉടനെ പോകണ്ട. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ ഇപ്പം നമുക്ക് പ്രശ്നങ്ങൾ അറിയാം, ജനങ്ങൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ആ ഒരു ഇത് മാറ്റിയെടുക്കാൻ എനിക്ക് കുറേ കഴിഞ്ഞിട്ടുണ്ട്. അത് അച്ഛൻ ആദ്യമേ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു. അത് കേൾക്കാണ്ടെന്ന് നിന്നതാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് പറ്റിയ തെറ്റ്. പക്ഷെ അത് നന്നായി. ആ പാടെനിക്ക് മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ഇനി എന്ത് തീരുമാനം ഞാൻ എടുക്കുമ്പോഴും അതെനിക്ക് നല്ല മനസ്സിൽ കിടക്കും. ഞാൻ എന്താണ് എന്നെ തന്നെ സ്വയം പഠിക്കാനുള്ളൊരു മാർഗമായിരുന്നു ഇലക്ഷൻ. പാർട്ടിയിൽ ഞാൻ കണ്ടിട്ടുള്ള കളർഫുൾ ആയിട്ട് ഡ്രസ് ചെയ്യുന്ന ഒരേ ഒരു വനിതയാണ് അല്ലേ? അതെ 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 അതെ. അച്ഛൻ അതിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ട്? ഇല്ല അച്ഛന് കവർ കൊടുക്കുക എന്നുള്ളതാണ്. ഞാനും പൊതുവെ കോട്ടൺ സാരികളാണ് പാർട്ടി മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ കൊടുക്കുക. പക്ഷെ അതിൽ തന്നെ എനിക്ക് നന്നായിട്ട് സെലക്ട് ചെയ്യാനറിയാം. അതെൻ്റെ അച്ഛൻ്റെ ക്വാളിറ്റി ആയിട്ട്. അച്ഛൻ നന്നായിട്ട് ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഒരു നല്ല സാരി കണ്ടാൽ എനിക്ക് അറിയാം ഇതിൽ ഏതാ നല്ലതെന്നില്ല. അപ്പോൾ കോട്ടൺ എടുക്കുമ്പോൾ പോലും നന്നായിട്ടുള്ള കോട്ടൺ എടുക്കില്ലേ, നല്ല കളർ കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും പറയും ആ കോട്ടൺ എടുത്ത് വന്നാൽ പോലും ഭയങ്കര വ്യത്യാസമാണെന്ന് പറയും. അപ്പോൾ പൊതുവെ കളറുകളോട് എനിക്ക് നിറങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ജീവിതം തന്നെ കളർഫുള്ളാക്കുന്ന ഒരു കക്ഷിയാണ്. അപ്പം ഇപ്പോഴാണ് പിന്നെ ഞാൻ പാർട്ടിയിൽ ആക്റ്റീവ് ആയപ്പോഴാണ് ഞാൻ വൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വൈറ്റ് ബേസ് അത്രയേ ഉള്ളൂ. അത് പൊതുവെ വൈറ്റ് അങ്ങനെ കൊടുക്കണം. പക്ഷെ ഞാൻ ഇപ്പോഴും എൻ്റെ റിലേറ്റീവ്സിൻ്റെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള സാരി എടുത്തിട്ടൊക്കെ തന്നെ പോകും. കാരണം ആരും ക്രിട്ടിസൈസ് ചെയ്താൽ അത് കാലം മാറി. കാരണം പണ്ടത്തെ കാലമൊന്നുമല്ല. ഞാൻ പറയും ഇന്ന് ഇപ്പം ഡൽഹി, ഇപ്പം നമ്മൾ ഡൽഹി പൊളിറ്റിക്സ് ഒക്കെ എടുക്കുക, ആരെങ്കിലും വെള്ള സാരി ഉടുക്കുന്നത് കേരളത്തിൽ മാത്രം എന്താന്ന് ചോദിക്കും ഞാനിങ്ങനെ. ഖാദി തന്നെ നല്ല സാരികളുണ്ട്, എന്തിനീ വെള്ള സാരി ഉടുക്കണം, ഖാദി ഉടുക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എത്രയോ ഖാദി സാരി ഉടുത്തിട്ട് പോണ ആള്. പക്ഷെ ആർക്കും അത് ഖാദിയാന്ന് പോലും മനസ്സിലാവില്ല. അത് അത്ര കളർഫുൾ ആയിരിക്കും. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡേ വ്യത്യാസമാണ് ആദ്യം തൊട്ട്. പത്മജിക്ക് അങ്ങനെ ഒരു മിനിസ്ട്രി പോസ്റ്റിൽ വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ? സോഷ്യൽ വർക്ക് ചെയ്താൽ എനിക്ക് കൂടുതൽ സോഷ്യൽ വർക്കിനാണ് ഇഷ്ടം. ഇങ്ങനെ കാരണം നമ്മൾ അധികാരങ്ങൾ ഇഷ്ടംമാതിരി കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നറിയാം. ഇത് എന്താ പറയണ്ടേ, ഒരു കൊടിവെച്ച കാറിൽ റെസ്പോൺസിബിലിറ്റി ഭയന്നിട്ടാണ് അല്ല. ഇല്ല, ഞാൻ KTDCയിൽ ഞാൻ 3 കൊല്ലം ചെയർപേഴ്സൺ ആയിട്ടിരുന്നുണ്ട് ടൂറിസത്തിൽ. ഞാൻ സമയത്തൊക്കെ നന്നായിട്ട് പണിയെടുത്തു. എനിക്ക് തന്ന ജോലി നന്നായിട്ട് ചെയ്തിരുന്നു. എനിക്ക് ഒരു ജോലി തന്നാൽ അത് നന്നായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസം നല്ലോണം ഉണ്ട്. അത് അഹങ്കാരമല്ല, അതൊരു ആത്മവിശ്വാസമാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് ഇങ്ങനെയൊക്കെ പാർട്ടിക്കാരെ, കാരണം കുട്ടിക്കാലം തൊട്ട് ഇവരെ കണ്ട് എനിക്ക് അവരോടൊക്കെ ഇഷ്ടമാണ് സത്യം പറയുകയാണെങ്കിൽ. അവരായിട്ടൊരു ഞാൻ പറയും എനിക്ക് സിനിമാക്കാരെ കണ്ടില്ലെങ്കിൽ സമാധാനം അത് തന്നെയാണ് എൻ്റെ കാര്യം. എനിക്ക് ഇവരെ കണ്ടില്ലെങ്കിൽ, കാരണം ചെറുപ്പം തൊട്ട് ഇവരെയല്ലേ കാണുന്നത്. അച്ഛന് സിനിമ ഇഷ്ടമായിരുന്നു. അയ്യോ ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഏറ്റവും തമാശ അതല്ല, സിനിമ കാണും, എന്നിട്ട് സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ടാവും കൂടെ. അപ്പം ലാസ്റ്റ് ഭയങ്കര സങ്കടമൊക്കെ വെച്ചാൽ അച്ഛൻ ഉടനെ ടെൻഷനായിട്ട് പോയി കിടക്കും. എന്നിട്ട് പറയും എനിക്ക് നാളെ കഥ പറഞ്ഞു തന്നാൽ മതിയെന്ന്. ഇവരെ പിടിച്ചിരുത്തുന്നത് സിനിമ കാണുവാണ്. അത്ര സിനിമ പ്രാന്തം. പിന്നെ എല്ലാവരും അറിയാം, സിനിമാക്കാരെല്ലാവരും അറിയാം. അതുകൊണ്ടായിരിക്കും സിനിമാക്കാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള അച്ഛനാണ്. അതായത് കലാകാരന്മാർ ഇത്രയും ബഹുമാനമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം കലാകാരന്മാരോടാണെങ്കിലും പഠിപ്പിനോടാണെങ്കിലും. ഇപ്പം ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അച്ഛൻ മുഖ്യമന്ത്രി അല്ലേ, എന്നാലും അച്ഛൻ ഒന്നിങ്ങനെ എണീക്കും. അപ്പം അവരന്തം വിടും. അപ്പം നിങ്ങളോടല്ല, നിങ്ങളുടെ ആ പഠിപ്പിനെ ഞാൻ ബഹുമാനിച്ചെന്ന് പറയും. അപ്പം അങ്ങനെ എല്ലാത്തിനും റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളായിരുന്നു. ഇഷ്ടമുള്ള നടനാരാ നടിയാരാന്നൊക്കെ പറയുമോ? എല്ലാം പറയും. അച്ഛന് മറ്റേ പൊതുവെ എല്ലാവരെയും അറിയാം, എന്നാലും മോഹൻലാലിനോട് എനിക്ക് കുറച്ച് കൂടുതൽ താല്പര്യം. ജഗതി ചേട്ടന് വലിയ കാര്യമായിരുന്നു. തമാശകൾ ആസ്വദിക്കുമായിരുന്നു.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തിയേറ്ററിൽ പോയി സിനിമ കാണുമോ അച്ഛൻ? മുമ്പൊക്കെ നന്ദനം വരെ കണ്ടിട്ടുണ്ട് അച്ഛൻ. അതെയോ? നന്ദനം വരെ കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ പോയി. കോമഡി ഫിലിംസ് ആണോ ഇഷ്ടം? അതാണ് എല്ലാവരോടും ചോദിക്കും അവസാനം എന്താ കഥ എന്ന്. എന്നിട്ട് അച്ഛൻ പോവുള്ളൂ. കാരണം ടെൻഷനുള്ള സിനിമ അച്ഛന് ഇഷ്ടമല്ല. പിന്നെ ക്രിക്കറ്റ് ഭയങ്കര പ്രാന്തായിരുന്നു. ക്രിക്കറ്റ് ഒരു രക്ഷയില്ല. ഇന്ത്യക്കൊക്കെ തോക്കാന്ന് പറഞ്ഞാൽ അച്ഛനെല്ലാം നെഞ്ഞുവേന വരും എന്ന് പറയും ഞാൻ. മറ്റേ സച്ചിൻ ടെണ്ടുൽക്കറാണ് അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആള്. എൻ്റെ പയ്യൻ എന്നാ പറയാ അച്ഛൻ പറയുമ്പോൾ. ഞാൻ ഒരു അച്ഛൻ മടിയിലിട്ട് പേരിട്ട മാതിരിയാണ്. അത്ര ക്രേസാ. സിനിമയില് കുറച്ച് കളിയാക്കലുകളൊക്കെ വരില്ലേ അച്ഛന്റെ ക്യാരക്ടറോ അല്ലെങ്കിൽ പത്മജയുടെ ക്യാരക്ടറൊക്കെ ചില സിനിമയിൽ വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ അത് ഈസി ആയിട്ട് എടുക്കും. ചിലപ്പോ തമാശക്ക് പറയും എന്തായാലും എന്നെ കൊണ്ട് അവർക്കൊന്നും ജോലി കൊടുക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് അവരൊക്കെ ജീവിക്കണ്ടല്ലോ, അങ്ങനെങ്കിലും ഗുണം കിട്ടട്ടെ എന്നെ കൊണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ആക്സിഡന്റ് ആയ സമയത്ത് അച്ഛനെ നീന്തുന്ന ആ സമയത്ത് ഇത് തന്നെയായിരുന്നു ആ സിനിമയില് ഒരു ക്യാരക്ടർ. ഞാൻ പറഞ്ഞു പല മിമിക്രി ആർട്ടിസ്റ്റ് അവിടെ അച്ഛനെ കാണാൻ വേണ്ടി വരും. അപ്പൊ അവർക്ക് ഭയങ്കര പേടി അച്ഛനെ പോയി കാണാനായിട്ട്. അപ്പൊ ഇവരെ വിളിക്കുമ്പോൾ താൻ കാണിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ എന്റെ സ്റ്റൈൽ ഒന്നും കൂടി നന്നാക്കിയത്. അങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാ. അവർക്കൊക്കെ കോട്ടയം നസീർ ഒക്കെ ഭയങ്കര കാര്യമായിരുന്നു അച്ഛൻ. ഏറ്റവും കൂടുതൽ കോട്ടയം നസീർ ആണ് അച്ഛനെ ഏറ്റവും കൂടുതൽ തമാശയാക്കിയിട്ടുള്ളത്. അത് ഭയങ്കരമായിട്ട് അച്ഛൻ എൻജോയ് ചെയ്തിരുന്നു. ഒരു അച്ഛൻ പറയണത് എന്താ അറിയോ, ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരാൾക്ക് ഫേമസ് ഒന്നിക്ക് നല്ലത് വരെ ചീത്ത പക്ഷെ അയാളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം. അത് അച്ഛൻ പറഞ്ഞ എന്നാലും അയാളെ പറ്റി എപ്പോഴും ലൈവായിട്ട് നിൽക്കുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ അച്ഛൻ്റെ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാട്ടോ. എന്ത് വേണേ പറഞ്ഞോട്ടെ എന്നുള്ള മട്ടാണ്. ഒരു വനിതാ രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് എന്താണ് പത്മജയുടെ മനസ്സിലെ ലക്ഷ്യം? സ്ത്രീകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് വേണ്ടിയോ എന്ത് ചെയ്യണം എന്നാണ്? കാരണം നമ്മൾ ചില കാര്യം നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമുക്ക് ഒരിക്കലും അത് പ്രാവർത്തികമാക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പലതുണ്ട്. ഇപ്പൊ തന്നെ അടുത്ത അട്ടപ്പാടിയിലത്തെ ശിശുമരണം എന്ന് കണ്ടപ്പോൾ അത് നമ്മുടെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ചെയ്യാൻ പറ്റുന്നത് അവിടെ ചെല്ലുക, അവരെ ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഗവൺമെന്റിലേക്ക് ഫോർവേഡ് ചെയ്യുക. ഇത്രയൊക്കെ നമ്മുടെ ഇതിലിരുന്ന് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് തന്നെ അധികാരത്തിലിരിക്കുന്ന ഒരാൾക്ക് ചെയ്യാമെന്ന് തെളിയിച്ചിട്ടുള്ള ആളാണ് എൻ്റെ അച്ഛൻ. അപ്പം അധികാരത്തിലിരിക്കുന്നവരാണ് ഇതിനെപ്പറ്റി കുറച്ചുകൂടി കൂടുതൽ കാര്യമായിട്ട് ചിന്തിക്കേണ്ടത്. നമുക്ക് വേദനിക്കാനും അവർക്ക് വേണ്ടി അവിടെ പോയി നിന്ന് എന്തെങ്കിലും സോഷ്യൽ വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവരുടെ കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താം. പിന്നെ ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ്റാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ മാറി നിൽക്കില്ല എന്നുള്ളത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള റോളുണ്ട്. ഇപ്പം ഞാൻ പറയാം, ആദ്യം തന്നെ കാണാൻ നമുക്ക് മനസ്സിന് വേദനയാണ് ആദ്യത്തെ കാണുമ്പോൾ ഇങ്ങനത്തെ കാണുമ്പോൾ. അങ്ങനെ ഓരോ സംഭവങ്ങളും ഇപ്പോൾ കുട്ടികൾ, ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ സത്യം ഞാൻ അങ്ങനത്തെ ന്യൂസ് കാണില്ല സത്യം പറഞ്ഞു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഇത്ര ശക്തമായിട്ടുള്ള മനസ്സുള്ള ഒരാൾക്ക് എന്താ ഇങ്ങനത്തെ ന്യൂസ് കാണാൻ ബുദ്ധിമുട്ട്? ഞാൻ പറയും, ഞാൻ ശക്തിയാണെങ്കിലും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും, കൊച്ചു കുട്ടികളുടെ കാര്യങ്ങളൊന്നും കാണാനുള്ളൊരു മനസ്സിന് ശക്തിയില്ല സത്യം പറയുകയാണെങ്കിൽ. പക്ഷെ ഇതിനൊക്കെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറാണ്ട്. നമുക്കൊക്കെ ചെയ്യാവുന്നതിന് പരിധികളുണ്ട്. ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറണം. ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറണം. അതേസമയം എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങൾക്ക് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ഒരുപാട് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ എല്ലാ സ്ഥലത്തും ഇത് സംസാരിക്കാറുണ്ട് ചെല്ലുമ്പോൾ. പക്ഷെ നമുക്ക് സംസാരിച്ചുകൊണ്ട് മാത്രം ഒന്നും ആയില്ല. സംസാരിച്ച ജനങ്ങൾ ഇതിൽ കൂടെ കേട്ടാൽ അതിൽ കൂടെ പലരും കളയും. ഫോളോ അപ്പ് ആക്ഷൻസ് നമ്മുടെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പാർട്ടിയിൽ ഇതിനെപ്പറ്റി ഉന്നയിക്കാറുണ്ട്, ലെറ്ററുകൾ കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ ഇപ്പൊ നമ്മളുടെ മുമ്പിൽ തന്നെ വരുന്നപ്പോ ഒരു ഡൽഹി പെൺകുട്ടിയുടെ ഇഷ്യൂ വന്നപ്പോ ഇന്ത്യ മുഴുവൻ കിടന്ന് കത്തുകയായിരുന്നു. പക്ഷെ ഒരു 3 വയസ്സ് കുട്ടിയെ നമ്മുടെ നാട്ടിൽ പീഡിപ്പിച്ചപ്പോ അത് കുറച്ച് ദിവസത്തെ വാർത്ത കൊണ്ട് അത് തീർന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചു. പൊളിറ്റിക്കലൈസ്. പിന്നെ അത് മാത്രമല്ല, എല്ലാം മറവി മനുഷ്യന്മാർ സ്വയം ഉണ്ടാക്കിയെടുക്കണതാണോ? കാരണം അടുത്തൊരു ഇഷ്യൂ വരുമ്പോൾ അതങ്ങ് മാറി, അതിൻ്റെ ഇമ്പോർട്ടൻസ് മാറി. ഇപ്പം ആ ഡൽഹി പെൺകുട്ടി അച്ഛനും അമ്മയ്ക്കായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് മാത്രമായിരിക്കും അതൊരു വേദന അല്ലേ? നമ്മൾ പോലും എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞാൽ വേറൊരു വിഷയം കിട്ടുമ്പോൾ മാറും. അപ്പം അതില്ലാണ്ട് അത് ഫോളോ അപ്പാണ് വേണ്ടത് ശരിക്കും. ആ ഒരു ഇഷ്യൂവിൽ മാറാണ്ട് നിന്നിട്ട് നമുക്കറിയാം ഒത്തിരി ന്യൂസ് ചാനലുണ്ട്. അപ്പോൾ ഇവർക്കും അടുത്തൊരു ന്യൂസ് കിട്ടുമ്പോൾ അവരുടെ ശ്രദ്ധയും ഇതിന്ന് അങ്ങ് പോവുകയാണ്. അപ്പം ഇതിന് കിട്ടിയ ഇമ്പോർട്ടൻസ് ആ ഒരാഴ്ച മുമ്പ് കിട്ടിയെന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ കിട്ടണില്ല. അപ്പം അതുകൊണ്ട് കുറേയൊക്കെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് സത്യം പറയുന്നത്. നമുക്കൊക്കെ പക്ഷെ ഇന്നും പറയുമ്പോൾ വേദനയല്ലേ മനസ്സിൽ. അങ്ങനെ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് അധികാരത്തിലേക്ക് വന്നാൽ പത്മജ ചെയ്യുന്ന ആദ്യത്തേത് എന്തായിരിക്കും? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്തും ചെയ്യാം. ഇങ്ങനത്തെ കാര്യം എന്നുള്ളതല്ല, ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഏത് തരണോ, ഇപ്പം ഏത് ഓരോരുത്തർക്കും ഓരോ പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാവും, അതിൽ നല്ല കഴിവ് കാണിക്കുക എന്നുള്ളതാണ്. കാരണം അതിനാരും എനിക്ക് പേടിയില്ല. കാരണം കൂടിപ്പോയാൽ ഇത് എന്ത് സംഭവിക്കും എന്നുള്ള എനിക്കറിയാം. എൻ്റെ അച്ഛൻ്റെ ജീവിതം കൊണ്ട് എനിക്കറിയാം എന്ത് ആക്ഷൻ എടുത്താലും ഇതുവരെ പോകുന്നുള്ള എനിക്കറിയാം. അപ്പോൾ ആ ഒരു പേടിയില്ലെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അച്ഛൻ പൊതുവേ ഞാൻ നോക്കിയിട്ടുള്ളൊരു കാര്യമാണ് ധൈര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും.
പിന്നെ അത് കഴിഞ്ഞ് നാളെ ജയിലിൽ പോവോ അല്ലെങ്കിൽ കോടതി കയറി ഇറങ്ങേണ്ടി വരുമോ നാളെ ആലോചിക്കില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ് ഞാൻ. പക്ഷെ ഞാൻ പറയാം അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ളവരിൽ കിട്ടാത്തത്. എൻ്റെ കയ്യിൽ കിട്ടിയ എനിക്കറിയാം. ഞാനൊരു ചെറിയൊരു കാര്യം ചെയ്തു. ഇപ്പോൾ KTDC എനിക്ക് തന്നിരുന്നു, അതിലെനിക്കൊരു പേരുണ്ട് ഞാൻ ചെയ്ത കാര്യം. അതേമാതിരി എനിക്കൊരു കാര്യം കിട്ടിയ അത് ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടിയ നാളെ അറിയാം എങ്ങനെ ഇരിക്കുന്നുള്ളത്. നിങ്ങൾ മക്കള് രണ്ടുപേരും അച്ഛനെ പോലെ തന്നെ 1-ാം തീയതി ആകുമ്പോൾ ഗുരുവായൂരമ്പലത്തിൽ ചെല്ലുന്നുണ്ട്? എല്ലാ മലയാള മാസം പോകും, അല്ലാണ്ട് 1-ാം തീയതി വെച്ച് അങ്ങനെ പോകാറില്ല. എല്ലാ മലയാള മാസം കഴിഞ്ഞൊരു 20-21 കൊല്ലമായിട്ട് ഞാൻ പോകുന്നുണ്ട്. ഒരു മാസം മുടക്കില്ല. അത് ലോകത്ത് എവിടെയാണെങ്കിലും എത്തും. അതൊരു ധൈര്യമാണ്. എന്താ പറയുക, നമുക്ക് ദൈവത്തിനെ നമ്മളിപ്പോൾ നേരിട്ട് കാണുന്നില്ലല്ലോ, അനുഭവങ്ങളിലെ കൂടെയല്ലേ. അപ്പം അനുഭവങ്ങളിലെ കൂടെ എനിക്ക് ദൈവം കൂടെ ഉണ്ടെന്ന് എപ്പോഴും തോന്നാറുണ്ട്. ആ ഒരു വിശ്വാസമായിരിക്കും ഞാൻ മലയാള മാസം അവിടെ എത്തും. നിങ്ങൾ ബ്രദറും സിസ്റ്ററും എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇനി ഒരിക്കലും നമ്മളുടെ മുൻപുണ്ടായിരുന്ന മാതിരി ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് എന്ന് സംസാരിച്ചിട്ടുണ്ടോ? അച്ഛൻ്റെ മരണശേഷം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പുള്ളിയേട്ടൻ തന്നെ ആ ഒരു ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു, അധികം സംസാരിക്കില്ല അങ്ങനത്തെ കാര്യമൊന്നും ആള് അങ്ങനെ. പക്ഷെ ആളുടെ അതെന്ന് എനിക്ക് മനസ്സിലായി ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള. അത് അതേമാതിരി തന്നെയാണ് ഈ 2 കൊല്ലമായിട്ട് എൻ്റെ അടുത്ത്. പണ്ടത്തെ മാതിരിയല്ല, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പിന്നെ എത്ര വഴക്കിടുമ്പോഴും എൻ്റെ മക്കളോട് വലിയ സ്നേഹമായിരുന്നു. അത്രയൊക്കെ രാഷ്ട്രീയമായിട്ട് വഴക്കിട്ടാലും പോയാൽ മോളുടെ അടുത്ത് പോവും, ദുബായി പോവും, ചോക്ലേറ്റൊക്കെ കൊണ്ട്. എൻ്റെ മോനെ വലിയ ഇഷ്ടമാണ്, അതൊക്കെ ഉണ്ട് ആൾ. അപ്പം ഞാൻ ആൾ ബേസിക്കലി പാവാണ്. ഈ രാഷ്ട്രീയം മുതലെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ചുറ്റുള്ള, അവരുടെ വാക്കുകൾ ഇടയ്ക്കൊന്ന് കേട്ടു എന്നല്ലാണ്ട് വേറെ വലിയ കുഴപ്പമുള്ള ആളൊന്നുമല്ല. വളരെ സന്തോഷം രണ്ടുപേരെയും കാണാനും. രണ്ടുപേരെയും ഒരുമിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾക്കും സന്തോഷം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ചാൻസ് കിട്ടുന്ന വളരെ കുറവ്. മുഴുവൻ രാഷ്ട്രീയ ചോദ്യങ്ങളില്ല, ഞാൻ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കിട്ടുന്ന ഒരു അവസരം. ഒന്നാമത് എനിക്ക് രാഷ്ട്രീയം ചോദിക്കാൻ അറിയില്ല. അത് നന്നായി, അത് വളരെ നന്നായി. ഞങ്ങൾക്ക് അങ്ങനെയല്ലാണ്ട് അറിയാത്ത കാര്യം വെറുതെ ചോദിച്ചു ഞാൻ വൃത്തികേടാവുന്നത്. ഞങ്ങൾ പക്ഷേ ഒരുമിച്ച് അധികം ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ പുറത്ത് ഇന്ത്യക്ക് വെളിയിൽ പോകുമായിരുന്നു മുമ്പൊക്കെ. ഇങ്ങനെ ഒരു കുട്ടികളൊക്കെ ആയിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ അതിനുള്ള താല്പര്യം പോയി. ഇപ്പം കുട്ടികൾ ഇങ്ങോട്ട് വരിക എന്നുള്ള, അപ്പം മോളും കുട്ടികളൊക്കെ വരുമ്പം ഇവിടെ എല്ലാവരും കൂടി കൂടും. ഞങ്ങൾ എവിടെയെങ്കിലും അടുത്തുള്ള എവിടെയെങ്കിലും ഒന്ന് ടൂറൊക്കെ പോകും. പിന്നെ ആളും തിരക്കുള്ള ആൾ, എന്നെക്കാളും തിരക്കുള്ള ആളാണ്, ഞാനും തിരക്ക് ഇങ്ങനെ. പക്ഷെ കുട്ടികൾ വരുന്ന ഒരു സമയം ഞങ്ങൾ തിരക്കുകളൊക്കെ പൊതുവെ ഒഴിവാക്കും, ആളും ഒഴിവാക്കും. എല്ലാം രാഷ്ട്രീയപരമായ എല്ലാ തിരക്കുകളും ഒഴിവാക്കും. ആദ്യം മോള് നേരത്തെ ഫോൺ ചെയ്യും, അമ്മേ ഞാൻ വരുന്നുണ്ട്, ആ ഒരു 10 ദിവസം അമ്മ എവിടെയും പോകരുത്, ഒന്നും ചെയ്യരുത്. അപ്പം ഞാൻ നേരത്തെ എല്ലാവരോടും പറയാം, ആ ദിവസം പ്രോഗ്രാം ഒന്നും കൊടുക്കില്ല. എന്തായാലും അച്ഛൻ്റെ അത്രയും രാഷ്ട്രീയം എടുക്കില്ല. എടുക്കും. ഒന്നിലും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനോട് ഇൻവോൾവ് ആവണം എന്നുള്ളതാണ് എൻ്റെ. അപ്പം എൻ്റെ അച്ഛനും ഇതേമാതിരി എന്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിലും മക്കളുടെ ഒരു കാര്യത്തിനും കുറവ് വരുത്തിയിട്ടില്ല. എന്താ അവരുടെ പറഞ്ഞ മാതിരി ചോറൂണ്, 28 ബർത്ത്ഡേ, എൻ്റെയൊക്കെ പിറന്നാൾ അച്ഛൻ മരിക്കുന്ന ഒരു അച്ഛൻ തന്നെ ആഘോഷിക്കും. അതായത് ഞാനില്ലെങ്കിലും സ്റ്റാഫിനൊക്കെ വിളിച്ചൊരു 10-65 ആൾക്കാരുണ്ടാവും ഊണ് കഴിക്കാൻ. ഞാനിവിടെ ആയിരിക്കും ചിലപ്പോൾ, അച്ഛൻ അവിടെ ആഘോഷിക്കും. അങ്ങനെ പൊതുവെ ആഘോഷങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. അതേമാതിരി തന്നെ ഞാനും ഇങ്ങനെ എല്ലാം ആഘോഷിക്കും. പക്ഷെ രാഷ്ട്രീയം അതിൻ്റെ വഴിക്ക് പോകും. എന്തായാലും അതിലൊരു കുറവ് വരുത്തില്ല. നന്നാവട്ടെ, നല്ലൊരു വനിതാ മന്ത്രിയെ തന്നെ ഭാവിയിൽ കിട്ടട്ടെ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വളരെ സന്തോഷം.